Hi everybody, MDC Multidisciplinary Courses for Science. Paper name is Understanding Kerala, Science, Culture and Literature. So in this paper today we are going to discuss the chapter Kuttipuram Palam. Kuttipuram Palam is a beautiful poem written by Idasheri Govindan Nayar. ഇടശ്ശേരി ഗോവിന്ദൻ നായരെ കുറിച്ച് അറിയാത്തവരുണ്ടാവില്ല അല്ലേ. റിനൗൺഡ് ആയിട്ടുള്ള നമ്മുടെ മലയാളികൾക്കൊക്കെ അഭിമാനം എന്ന് പറയാൻ പറ്റുന്ന പ്രൗഡായിട്ടുള്ള ഒരു പോയറ്റാണ്, പ്ലെയറായിട്ടാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഒത്തിരി സംഭാവനകൾ മലയാള സാഹിത്യത്തിന് നൽകിയ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, അതല്ലാതെ ഒത്തിരി പുരസ്കാരങ്ങൾ ഒക്കെ അദ്ദേഹത്തിന് തേടിയെത്തിയിട്ടുണ്ട്. സോ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ, ഈ പറയുന്ന കുറ്റിപ്പുറം പാലം എന്നുള്ള ചാപ്റ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ കവിതയിൽ ഡിസ്കസ് ചെയ്യുന്നത്? ഭാരതപ്പുഴയുടെ മുകളിലുള്ള കുറ്റിപ്പുറം പാലം തന്നെയാണ് പ്രതിപാദ്യ വിഷയം. സയൻസിൻ്റെ, ടെക്നോളജിയുടെ, മോഡേണിറ്റിയുടെ ഒക്കെ പ്രതീകമായിട്ട് നിൽക്കുന്ന ആ പാലത്തിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട്, അതിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട്, അതിനെ പുകഴ്ത്തിപ്പാടിക്കൊണ്ട് ഇടശ്ശേരി എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് കുറ്റിപ്പുറം പാലം. സോ ആ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് സയൻസിൻ്റെ ഒരു എവിഡൻ്റ് ആണെന്ന് പറയുകയാണ്, മോഡേണിറ്റിയുടെ ഒരു എവിഡൻ്റ് ആണെന്ന് പറയുകയാണ്. നമ്മളെല്ലാ മനുഷ്യരെയും കണക്റ്റ് ചെയ്യിക്കുന്ന, രണ്ട് കരയിലുള്ള ആൾക്കാരെ തമ്മിൽ കണക്റ്റ് ചെയ്യിക്കുന്ന ഒരു ഗ്ലോറിഫൈ ആയിട്ടുള്ള ഒരു ഒന്നായിട്ടാണ് ഈ കവിതയിൽ അതിനെ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ പോം. Okay, now let's discuss the poem. See, first of all, the subject of the poem. The poem is about the Kuttipuram Bridge built across the Bharatapuzha River. നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കവിതയുടെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറ്റിപ്പുറം പാലത്തിനെ കുറിച്ചിട്ട് തന്നെയാണ്. ഭാരതപ്പുഴയുടെ മുകളിൽ പണിതിട്ടുള്ള കുറ്റിപ്പുറം പാലത്തിനെ കുറിച്ചാണ് ഈ കവിത. The poet looks at the bridge not only as a building but as a symbol of change in Kerala. സോ ആ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹം നിൽക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു പാലത്തിനെ നോക്കിക്കാണുമ്പോൾ അതൊരു ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷനായിട്ടോ ഒരു ബിൽഡിംഗ് ആയിട്ടോ അല്ല അദ്ദേഹം കാണുന്നത്, പകരം അതൊരു സിമ്പലായിട്ടാണ് കാണുന്നത്. എന്തിൻ്റെ സിമ്പൽ? സിമ്പൽ ഓഫ് ചേഞ്ച് ഇൻ കേരള. കേരളത്തിൽ വന്ന മാറ്റം, സയൻസിൻ്റെയും ടെക്നോളജിയുടെയും ഒക്കെ ഒരു നല്ല ഒരു വരവിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു വരവിനെ സ്വാഗതം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ അഭിമാനം കൊണ്ട് നിൽക്കുന്ന പോയറ്റിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സി ബ്രിഡ്ജ് ആസ് മോഡേൺ പ്രോഗ്രസ്. ഈ ഒരു ബ്രിഡ്ജ് ഒരു മോഡേൺ പ്രോഗ്രസ്സിൻ്റെ പ്രതീകമായിട്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സിമ്പലായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദ ബ്രിഡ്ജ് ഷോസ് ദ ഗ്രോത്ത് ഓഫ് മോഡേൺ ടെക്നോളജി ആൻഡ് പീപ്പിൾസ് ഹാർഡ് വർക്ക്. സോ മോഡേൺ ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി, അതല്ലെങ്കിൽ ജനങ്ങളുടെ ഹാർഡ് വർക്ക്, അപ്പോൾ അതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനൊക്കെ എടുത്തു കാണിക്കുന്ന ഒന്നാണ് ഈ ഒരു ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു മോഡേൺ പ്രോഗ്രസ് അതിനെടുത്ത് കാണിക്കുന്ന ഒന്ന്. ഇറ്റ് ഈസ് എ സൈൻ ഓഫ് കേരള മൂവിങ് ഫോർവേഡ് ഇൻ ടു എ ന്യൂ ഏജ്. സോ മാറിക്കൊണ്ടിരിക്കുന്ന കേരളം, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു സംസ്ഥാനം ഒരു പുതിയ ഏജിലേക്ക് കാൽ വയ്ക്കുന്ന, സയൻസിൻ്റെയും ടെക്നോളജിയുടെയും ഒക്കെ പുതിയ മാറ്റങ്ങളെ സ്വീകരിക്കുന്ന കേരളത്തിനെ ഇതിൽ കാണിക്കുകയാണ്. കണക്ഷൻ ബിറ്റ്വീൻ ടു വേൾഡ്സ്. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ ബ്രിഡ്ജ് കണക്ട്സ് ദ ടു റിവർ ബാങ്ക്സ്. ഈ ഒരു പാലം എന്ന് പറയുന്നത്, ഭാരതപ്പുഴയ്ക്ക് മുകളിലുള്ള ഈ ഒരു പാലം എന്ന് പറയുന്നത് രണ്ട് റിവർ ബാങ്ക്സുകൾ, രണ്ട് തീരങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ അതൊരു സിംബോളിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സിംബോളിക്കലി ഇറ്റ് കണക്ട്സ് വില്ലേജ് ആൻഡ് സിറ്റി, ട്രഡീഷൻ ആൻഡ് മോഡേൺ ലൈഫ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്നുള്ളൊരു രീതിയിലേക്ക് നമുക്ക് പറയാം. അതായത് ഈ പാലം എന്ന് പറയുന്നത് കേവലം രണ്ട് തീരങ്ങളെ കണക്ട് ചെയ്യുന്ന ഒന്നായിട്ട് മാത്രമല്ല പോയിറ്റ് കാണുന്നത്, പകരം ഒരു വില്ലേജിനെയും ഒരു സിറ്റിയെയും കണക്ട് ചെയ്യുന്ന, ഒരു വില്ലേജിൽ നിന്നൊരു സിറ്റിയിലേക്കുള്ളൊരു ചേഞ്ച്, അതല്ലെങ്കിൽ ഒരു ട്രഡീഷനിൽ നിന്നും ഒരു മോഡേൺ ലൈഫിലേക്കുള്ളൊരു ചേഞ്ച്, അതല്ലെങ്കിൽ പാസ്റ്റിൽ നിന്നും നല്ല ഫ്യൂച്ചറിലേക്കുള്ളൊരു ചേഞ്ച്, അങ്ങനെ ആ ഒരു ചേഞ്ചിങ് കണക്റ്റിംഗ് പോയിൻ്റ് ആയിട്ടൊക്കെ ഈ ഒരു ബ്രിഡ്ജിനെ പോയിറ്റ് കാണുകയാണ്. റിവർ വേഴ്സസ് ബ്രിഡ്ജ്. നോക്കൂ, ദ ഭാരതപ്പുഴ റിവർ ബിലോ സ്റ്റാൻഡ്സ് ഫോർ ട്രഡീഷൻ, കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ദാറ്റ് കണ്ടിന്യൂസ് ഫോർ എവർ. ഈ പാലത്തിന് താഴെയുള്ള ഭാരതപ്പുഴയെ ഒരു കൾച്ചറിൻ്റെയും ട്രഡീഷൻ്റെയും ഹിസ്റ്ററിയുടെയും ഒക്കെ പ്രതീകമായിട്ടാണ് പറയുന്നത്. ദ ബ്രിഡ്ജ് എബവ് സ്റ്റാൻഡ്സ് ഫോർ മാൻ മെയ്ഡ് പ്രോഗ്രസ് ആൻഡ് മോഡേൺ ചേഞ്ച്. ആ പുഴയ്ക്കു മീതെയുള്ള പാലത്തിനെ മാൻ മെയ്ഡ് പ്രോഗ്രസ് ആയിട്ടും മോഡേൺ ചേഞ്ച് ആയിട്ടും ഒക്കെ കാണുന്നു. The poet compares these two, the natural and the human made. സോ രണ്ട് കാര്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ള ഒന്ന്, അത് പുഴയാണ്. പിന്നീടുള്ള ഒന്ന് മാൻ മെയ്ഡ് ആണ്, ഹ്യൂമൻ മെയ്ഡ് ആണ്, അത് ബ്രിഡ്ജ്. സോ റിവർ വേഴ്സസ് ബ്രിഡ്ജ് എന്നുള്ളൊരു കോൺസെപ്റ്റും ഇതിൽ ഓർത്ത് വയ്ക്കുക.
Then human effort and dreams. The bridge shows people's dreams, courage and skill. അപ്പോൾ ഈ ഒരു പാലം എന്ന് പറയുന്നത് ഈ കുത്തിയൊലിക്കുന്ന പുഴയ്ക്ക് മീതെയുള്ള ഈ ഒരു പാലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ഹ്യൂമൻ എഫേർട്ടാണ്, അല്ലെങ്കിൽ ഡ്രീമാണ്. ദ ബ്രിഡ്ജ് ഷോസ് പീപ്പിൾസ് ഡ്രീംസ്, കറേജ് ആൻഡ് സ്കിൽ, അവരുടെ കഴിവാണ്. ആൻഡ് ഇറ്റ് ഈസ് എ മെറ്റഫർ ഫോർ ഹ്യൂമൻ ഹോപ്പ് ടേണിംഗ് ഇൻ ടു റിയൽ അച്ചീവ്മെൻറ്റ്. ഈ ഒരു പാലം എന്ന് പറയുന്നത് ഒരു സിമ്പലായിട്ടും ഒരു മെറ്റഫറായിട്ടും ഒക്കെ ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഹോപ്പ്, അച്ചീവ്മെൻറ്റ്, സയൻസ്, ടെക്നോളജി തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പലായിട്ടും മെറ്റഫറായിട്ടും ഒക്കെ ഈ ഒരു ബ്രിഡ്ജ് ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രൈഡ് ആൻഡ് ഹോപ്പ്. The poet feels proud of the bridge as a big achievement of Kerala. കേരളത്തിൻ്റെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ അദ്ദേഹം ഈ ഒരു ബ്രിഡ്ജിനെ കാണുകയാണ്. ആൻഡ് ഇറ്റ് ഗീവ്സ് ഹോപ്പ് ദാറ്റ് സൊസൈറ്റി ക്യാൻ അഡ്വാൻസ് വൈൽ കീപ്പിംഗ് ഇറ്റ്സ് ട്രഡീഷൻസ്. അതോടൊപ്പം തന്നെ ഇറ്റ് ഗീവ്സ് ഹോപ്പ്, ഇതൊരു പ്രതീക്ഷ തരുന്നു, ദാറ്റ് സൊസൈറ്റി ക്യാൻ അഡ്വാൻസ് വൈൽ കീപ്പിംഗ് ഇറ്റ്സ് ട്രഡീഷൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ, ഇപ്പോൾ ഈ പറയുന്ന പുഴ അതിനെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ മീതെ സയൻസിൻ്റെ പ്രതീകമായി, ടെക്നോളജിയുടെ പ്രതീകമായിട്ട് മാൻ മെയ്ഡായിട്ടുള്ള, ഹ്യൂമൻ മെയ്ഡായിട്ടുള്ള ഒന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ അതിനൊരു പ്രൈഡ് ആൻഡ് ഹോപ്പായിട്ടൊക്കെ അദ്ദേഹം കാണുകയാണ്. Then deeper meaning. The poem is not only about the bridge but also about social change. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കവിത എന്ന് പറയുന്നത് കേവലം ദൃഷ്ടിയിൽ കാണുന്ന ആ ഒരു കൺസ്ട്രക്ഷൻ വർക്കിനെ കുറിച്ചോ ആ ഒരു പാലത്തിനെ കുറിച്ചോ അല്ല ശരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്നർ മീനിങ്ങിൽ അത് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ടെൽസ് അബൌട്ട് ദ സോഷ്യൽ ചേഞ്ച്, മാറ്റങ്ങളെയാണ് പറയുന്നത്. സയൻസിൻ്റെയും ടെക്നോളജിയുടെയും കൈപിടിച്ചുകൊണ്ടുള്ള കേരളത്തിൻ്റെ മാറ്റങ്ങളെയാണ് ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നത്. ഇറ്റ് മേക്സ് us think, how can we accept modernity but also protect our culture. അതോടൊപ്പം തന്നെ നമുക്കറിയാം സയൻസും ടെക്നോളജിയും ഒക്കെ വേണ്ടതാണ്, പക്ഷെ അതൊന്നും ഒരിക്കലും പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടായിരിക്കരുത്. നേച്ചറിനെ ഒരു ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പ്രകൃതിയെ ഇല്ലാതെ ഒരു സയൻസും വേണ്ട, ഒരു ടെക്നോളജിയും വേണ്ട. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ രണ്ടിനെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് എങ്ങനെ നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ്, ഒരു ചലനം, ഒരു നല്ല ഒരു ചേഞ്ച് ഉണ്ടാക്കാം എന്നുള്ള ഒരു കാര്യവും ഈ കവിത മുന്നോട്ട് വയ്ക്കുകയാണ്. ആൻഡ് ഫൈനലി ദ ടോൺ ഓഫ് ദ പോം, ദാറ്റ് ഈസ് ദ പോം ഈസ് ജോയ്ഫുൾ ആൻഡ് പ്രൗഡ് ബട്ട് ആൾസോ തോട്ട്ഫുൾ ആൻഡ് റിഫ്ലക്റ്റീവ്. അപ്പോൾ ഈ കവിതയുടെ ഒരു ടോൺ എന്ന് പറയുന്നത് ജോയ്ഫുള്ളാണ്, പ്രൗഡാണ്, അതോടൊപ്പം തന്നെ തോട്ട്ഫുള്ളാണ്, റിഫ്ലക്റ്റീവാണ്, എക്സ്പ്രസീവാണ്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടശ്ശേരിയുടെ ഈ ഒരു കവിത കുറ്റിപ്പുറം പാലത്തിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ അതിലുള്ള സയൻസിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള, ആ ഒരു മൊഡേണിറ്റിയെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള, ആ ഒരു മാറ്റത്തിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു മനോഹരമായ ഒരു കവിതയാണ്. രണ്ട് ജനങ്ങളെ തമ്മിൽ, രണ്ട് സംസ്കാരങ്ങളെ തമ്മിൽ, രണ്ട് കാലഘട്ടങ്ങളെ തമ്മിലൊക്കെ കണക്ട് ചെയ്യിക്കുന്ന, പ്രകൃതിയുടെ കൂടെ കൈപിടിച്ചുകൊണ്ട് വളരുന്ന മൊഡേണിറ്റിയെ, സയൻസിനെ ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ട് പോകുന്ന ഈ ഒരു കവിതയാണ് നമ്മളിപ്പോൾ പഠിച്ച കുറ്റിപ്പുറം പാലം. So students, I hope you understood. Anyway, bye all. Thank you.